സെമിനാരിയിൽ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. ഒരു RP ആയിട്ടുള്ളൊരു പ്രണയം ഉണ്ടായിരുന്നു. RP പെൺകുട്ടിയൊന്നും അല്ല കേട്ടോ, നല്ല ഗുമ്മായിട്ടുള്ളൊരു പേരാണ്. റെറ്റിനിറ്റിസ് പിഗ്മെൻറ്റോസ എന്ന് പറയും. അതൊരു കണ്ണിന് വരുന്നൊരു അസുഖമാണ്, രോഗമാണ്. അപ്പോൾ 2020 ഇത് അപ്പയുടെ ഇത് നടക്കുന്നത് 2019 അപ്പം മരിക്കുന്നത്. 2020 ഈ സമയങ്ങളിലൊക്കെ എനിക്ക് കാഴ്ചേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, കാഴ്ച കുറവുണ്ട്. പക്ഷേ ഈ രാത്രി ആകുമ്പോഴത്തേക്കും കാണാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ കുറച്ച് സിംറ്റംസൊക്കെ എക്സ്ട്രാ കാണിച്ചു തുടങ്ങി. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിക്കാൻ ചെന്നു. അപ്പോഴാണ് അറിയണത് ഈ RP ആണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ ചെല്ലണത് എൻ്റെ പെങ്ങളായിട്ടാണ്. കാരണം ഞാനിത് വലിയ കെയറൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഇത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, അങ്ങ് പോട്ടെ. പക്ഷേ പെങ്ങൾ പറഞ്ഞില്ല ചേട്ടാ കാണിക്കണം, എന്താണെന്നുള്ളത് നമുക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഈ കണ്ണിൻ്റെ ലോങ് സൈറ്റ് ഷോർട്ട് സൈറ്റ് പ്രശ്നങ്ങളാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലെങ്സ് മാറ്റും, പവർ കൂട്ടുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുക ഞാനും പെങ്ങൾ ഒരു ദിവസം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കുമാണ് ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് പറയണത് RP ആണ്. ആ ഡോക്ടർ മുഖത്ത് തൊട്ട് നോക്കിയിട്ട് വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പറഞ്ഞ് ഇതിന് പ്രത്യേകിച്ച് മെഡിസിനൊന്നുമില്ല, കാഴ്ച പയ്യെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ വൈഡ് വിഷനൊക്കെ പയ്യെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ്, കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ പയ്യെ കയറി വരാൻ സാധ്യതയുണ്ട്. ഗ്രാജുവലായിട്ട് ഇത് വേണമെങ്കിൽ ഡിക്രീസ് ആവാം, അല്ലെങ്കിൽ പയ്യെ അത് കുറഞ്ഞുകൊണ്ട് വരാം, എന്ത് സംഭവിക്കാം. പ്രത്യേകിച്ച് ഇതിന് മെഡിസിനൊന്നുമില്ല. അവിടെ ഇരുന്നാൽ എൻ്റെ പെങ്ങൾ കരയായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്കൊന്ന് ഭയങ്കര സങ്കടം വന്നായിരുന്നു. ഇതിന് മെഡിസിൻ ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സങ്കടം വന്നായിരുന്നു. ഞാൻ കരഞ്ഞൊന്നുമില്ല, കാരണം എൻ്റെ പെങ്ങൾ കരച്ചിൽ കൂടുമെന്നുള്ളതുകൊണ്ട് എൻ്റെ കരച്ചിൽ കൂടി വന്നാൽ അവളുടെ കരച്ചിൽ കൂടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കരഞ്ഞൊന്നുമില്ല. ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് എവിടെ പോയാലും ഇതിന് മെഡിസിൻ ഇല്ല, നിങ്ങൾ എത്ര വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും, അമേരിക്ക കൊണ്ടുപോയാലും, UK കൊണ്ടുപോയാലും അവിടെയൊക്കെ റിസർച്ചുകൾ നടക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു രീതിയിൽ നോക്കിയപ്പോഴത്തേക്കും. ബിയോണ്ട് മെഡിക്കൽ സയൻസ് ആണല്ലോ, അപ്പോൾ ഇനി ദൈവത്തിന് മാത്രമേ ഇടപെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അന്ന് അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നത് ആ ഒരു ദിവസം മാത്രമാണ്. അന്ന് തിരിച്ച് വരുമ്പോഴത്തേക്കും പെങ്ങളാണ് വണ്ടി ഓടിക്കണേ. ഞാൻ ഹെൽമെറ്റ് വെക്കുന്ന സമയത്ത് ഞാനൊന്ന് കരഞ്ഞായിരുന്നു, അവളെ കാണിച്ചൊന്നുമില്ല. അതിനുശേഷം പിന്നെ ഞാൻ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ കരഞ്ഞിട്ടില്ല, സങ്കടപ്പെട്ടിട്ടില്ല, നിരാശപ്പെട്ടിട്ടില്ല. കാരണം എനിക്ക് കുറച്ച് ബോധ്യമുണ്ട് എന്നെ നയിക്കുന്നത് എൻ്റെ ഈശോയാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഈ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ 34-ാം അധ്യായം 5-ാം വാക്യത്തിൽ, അവിടുത്തെ നോക്കിയൊരു പ്രകാശിതരായി. നമ്മുടെ ലൈഫിൽ ഇങ്ങനെ എൻ്റെ ലൈഫിൽ ഒരു ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അപ്പോൾ ഈ സംഭവം വരുമ്പോഴത്തേക്കും എന്ത് സംഭവം ആയിക്കോട്ടെ, നമ്മുടെ ഈ പ്രശ്നങ്ങളെയും കുറവുകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ അങ്ങനെ പോയിക്കൊണ്ടിരിപ്പുണ്ടാവുള്ളൂ. ദൈവം എത്ര വലിയ പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ നോക്കിയിട്ട് എത്ര വലിയ ദൈവമാണ് എൻ്റെ കൂടെ ഉള്ളതെന്ന് പറയാൻ പറ്റുമ്പോഴാണ് അവിടെ ഒരു നമ്മൾ ദൈവത്തിൻ്റെ എന്താ പറയുക ആശ്രയമൊക്കെ വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ മുമ്പോട്ടുള്ള ലൈഫിൽ ഇതൊക്കെ തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സെമിനാരിയിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ഈ ഒരു കാരണം മതി, ഈ RP എന്ന് പറഞ്ഞൊരു അസുഖം മതി സെമിനാരിയിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട്. പക്ഷേ ദൈവം എന്നെ വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോകായിരുന്നു. എൻ്റെ റെക്ടേഴ്സിലൂടെ, എൻ്റെ സഹോദരന്മാരിലൂടെ ദൈവം വീണ്ടും എന്നെ മുമ്പോട്ട് കൊണ്ടുപോയി. എൻ്റെ തിരുപ്പട്ടം വരെ എന്നെ ദൈവം എത്തിച്ചു. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു വിടാനായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു വിടാം. പക്ഷേ ദൈവത്തിന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഓർഡിനേഷൻ്റെ കാർഡിൽ ഞാൻ അടിച്ചിരിക്കുന്ന വാക്യം ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 31-ാം വാക്യം. കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. ഒരു കഴുതക്കുട്ടിയെ എടുത്തിട്ട് പറയുന്ന ഡയലോഗാണിത്. ശിഷ്യന്മാരുടെ അടുത്ത് ആ കഴുതക്കുട്ടി എടുക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും ചോദിച്ചാൽ പറയണം ഇതിന് കർത്താവിന് ആവശ്യമുണ്ട്. അപ്പോൾ കഴുതയുടെ മുകളിലിരിക്കുന്ന ഈശോയുടെ ചിത്രമാണ് അവിടെ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈശോയും എൻ്റെ മുകളിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങ് മുമ്പോട്ട് വളരെ ധൈര്യത്തിൽ പോവാണ്.